ആ നക്ഷത്ര വെളിച്ചം കുറച്ചു ദൂരം മുന്നോട്ട് വന്നു. മേഘയുടെ ശക്തിയും പ്രഭാവലയുമെല്ലാം അത്ഭുതകരമായിരുന്നു. അവർ ഇരുന്നിടത്ത് നിന്ന് അല്പം അകലെയായി ഒരു ശിലാസ്തംഭം പൊങ്ങിക്കിടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ശക്തി അളക്കാൻ ഉപയോഗിക്കുന്നതാണിത്. മേഘ തന്റെ നീട്ടിയ കൈകൾ ഒരിക്കൽ കൂടി വേഗത്തിൽ വീശി ചെറിയ നക്ഷത്രം പോലുള്ള വെളിച്ചം ഒരു വലിയ നക്ഷത്രമായി മാറി ശിലാസ്തംഭത്തിൽ ചെന്ന് പതിഞ്ഞു. വലിയ ശബ്ദം കേൾക്കുകയും ശിലാസ്തംഭം പതിയെ പതിയെ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരികയും അതിൽ 53 എന്ന നമ്പർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. 53 മാർക്ക്, കൊള്ളാം, സൂപ്പർ പഞ്ച്, എഡ്വിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. മാജിക് സ്കൂളിൽ പുതിയ അഡ്മിഷനായി എത്തിയ ഒരു വിദ്യാർത്ഥിക്ക് ഇത്രയധികം ശക്തിയുണ്ടെന്ന് കണ്ടവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചേതനും അത്ഭുതത്തോടെ മേഘയെ നോക്കി. അവളുടെ ശക്തി ചേതനെ വല്ലാതെ ആകർഷിച്ചു. നീ നന്നായി പഞ്ച് ചെയ്തെങ്കിലും നിന്റെ ബോഡി പൊസിഷൻ അത്ര ശരിയല്ല. ഇപ്പോ നീ ചെയ്തത് നേരെ തിരിച്ച് ചുഴറ്റിയെറിഞ്ഞ നിന്റെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കും. ഇപ്പോ തന്നെ നിന്റെ കാൽമുട്ടിന് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ശരിയല്ല ഞാൻ പറഞ്ഞത്? എഡ്വിൻ അവളുടെ അടുത്ത് ചെന്ന് ഗൗരവത്തോടെ ചോദിച്ചു. അതെ, എനിക്ക് ചെറിയ വേദനയുണ്ട്, മേഘ പറഞ്ഞു. അനുഭവ സമ്പത്ത് കൊണ്ട് എഡ്വിൻ കൃത്യമായി ഊഹിച്ചു പറഞ്ഞത് ചുറ്റുമുള്ള എല്ലാവരെയും നിശബ്ദരാക്കി. മേഘ, നീ പുതിയ വിദ്യാർത്ഥിയാണ്. നിനക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. കാലിന് വേദനയില്ലാതെ തന്നെ നല്ല റിസൾട്ട് നിനക്ക് ലഭിക്കും. എഡ്വിൻ ചില ഉപദേശങ്ങൾ നൽകി. ശരി സാർ, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഒരു